ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ പാർട്സ് റെഡിയാക്കിയെടുക്കാം. ചിക്കൻ പാർട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ ചിക്കൻ പാർട്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ടേസ്റ്റ് കൂട്ടാനുള്ള സ്പെഷ്യൽ ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട്. മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ ചിക്കൻ പാർട്സ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 8-9 അല്ലി വെളുത്തുള്ളിയുണ്ട്. കുറച്ച് പച്ചമുളക്, ഇടത്തരം വലിപ്പമുള്ള ഒരു ഇഞ്ചി നന്നായിട്ട് മുറിച്ച് ചതച്ചത്, കുറച്ച് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഇത് കുറച്ച് മല്ലിയിലയുടെ തണ്ടാണ്. ചിക്കൻ പാർട്സ് വേവിക്കുമ്പോൾ ഇതുപോലെ മല്ലിയിലയുടെ തണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂൺ കുരുമുളക് പൊടി വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 300-350 ഗ്രാം ചിക്കൻ പാർട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള മസാലകളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെക്കുന്നില്ല. കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് മൂത്ത് ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വാടിക്കിട്ടും. ഇതുപോലെ ചിക്കൻ പാർട്സ് വേവിക്കുമ്പോൾ ഒട്ടും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ പാർട്സിൽ ഒരുപാട് നെയ്യുടെ അംശം കാണും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എണ്ണ ഒട്ടും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ചിക്കൻ പാർട്സിലെ വെള്ളമൊക്കെ ഊറി വന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം ഒഴിച്ച വെള്ളം കൊണ്ട് വെന്തില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കരളൊക്കെ കുറച്ച് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷമാണ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പൊടിഞ്ഞു വരും. കരളൊക്കെ കുറച്ച് പൊടിഞ്ഞൊരു ഗ്രേവി പോലെ വരും. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മല്ലിയില താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.